ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് വെൺപൊങ്കലും അതിന്റെ കൂടെ കഴിക്കേണ്ട കറി ഗൊത്സും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം വെൺപൊങ്കൽ ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ അരക്കപ്പ് പച്ചരിയും 1/4 കപ്പ് ചെറുപയർ പരിപ്പും നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഇതിന് നെയ്യിൽ ചെറുതായി വറുത്തെടുത്തതിന് ശേഷം വേവിച്ചെടുക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് ആദ്യം ചെറുപയർ പരിപ്പിട്ട് വറുത്തെടുക്കാം. ഇതിന് ചെറിയ തീയിൽ കുറച്ച് സമയം ഇളക്കി വറുത്തെടുക്കാം. ഈ പരിപ്പിന്റെ നല്ല വറുത്ത മണം വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ച പച്ചരി ചേർക്കാം. ഈ പരിപ്പ് അധികം ബ്രൗൺ ഒന്നും ആവണ്ട, കുറച്ച് നല്ല വറുത്ത മണം വരും. അന്നേരം ഇതിലേക്ക് അരി ചേർക്കാം. ഇതിന് കുറച്ച് സമയം തീ കുറച്ച് ഇളക്കി വറുത്തെടുക്കാം. ഇപ്പം ഈ അരി കഴുകിയതിന്റെ വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് ഇടാം. വറുത്തെടുത്ത പച്ചരിയും പരിപ്പും വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനെടുത്ത പച്ചരി പൊന്നിപ്പച്ചരിയാണ്. പൊന്നിപ്പച്ചരിയിൽ ചെയ്താലായിരിക്കും ശരിക്കും ഇതിന്റെ ഒരു ടെക്സ്ചർ കിട്ടല്. പറ്റുമെങ്കിൽ പൊന്നിപ്പച്ചരി തന്നെ ചെയ്യാം. പൊന്നിപ്പച്ചരി ഇല്ലെങ്കിൽ സാധാ പച്ചരി എടുക്കാം. ഇതിന് വേവിച്ചെടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഇതിന്റെ 3 ഇരട്ടി വെള്ളവും പാലും കൂടെ ചേർക്കണം. ഞാനിപ്പം 1/2 കപ്പ് പച്ചരിയും 1/4 കപ്പ് ചെറുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ 3/4 കപ്പ്. അപ്പൊ 2.25 കപ്പ് പാലും വെള്ളം കൂടെ ചേർക്കണം. ഞാനിപ്പോ 2.5 കപ്പ് എടുക്കുന്നുണ്ട്. അതിൽ 1/2 കപ്പ് പാലും 2 കപ്പ് വെള്ളവുമാണ് എടുക്കുന്നത്. ആദ്യം 1/2 കപ്പ് പാലൊഴിക്കാം. ഇനി 2 കപ്പ് വെള്ളം ചേർക്കാം. ഇനി തീ കത്തിച്ച് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വെയിറ്റ് ഇട്ട് 1-2 വിസിൽ വരുമ്പം തീ ഓഫ് ചെയ്ത് ആവി പോകുമ്പം തുറക്കാം. ഓരോരോ കുക്കറിന്റെ വേവ് വ്യത്യാസമാണ്. നിങ്ങളെ കുക്കറിന്റെ വേവിനനുസരിച്ച് എത്ര വിസിൽ വേണ്ടെന്ന് തീരുമാനിച്ചിട്ട് ചെയ്യാം. ഇപ്പൊ ഒരു വിസിൽ വന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞ് ആവിയെല്ലാം പോയി അരിയും പരിപ്പും നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ശർക്കര ചേർത്തിട്ടുള്ള പൊങ്കലിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ തന്നെ വേവിച്ചെടുത്തത്. അത് ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് അധികം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ട. അത് ശർക്കര ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൽ ഉപ്പ് ചേർത്തിട്ടില്ല വേവിക്കുമ്പോൾ. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ. അതുപോലെ ഇതില് 1/2 കപ്പ് പാലും 2 കപ്പ് വെള്ളവും ചേർത്തത്. അതില് 1 കപ്പ് പാലും 1.5 കപ്പ് വെള്ളവും ചേർത്തത്. അത്ര വ്യത്യാസമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിന് ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിന് കുറച്ച് അധികം നെയ്യ് ഉണ്ടായാലേ അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുമല്ലോ. അത് വേണ്ടാത്തവര് കുറച്ച് ചെയ്യാം. നെയ്യ് ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇത് ഏകദേശം 1 ടീസ്പൂൺ ഉണ്ട്. ഇഞ്ചി വേണമെങ്കിൽ കുറച്ച് അധികം എടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് 2 പിളർന്ന് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് ഇളക്കി താളിച്ചെടുക്കാം. ഇതെല്ലാം പാകത്തിന് മൂത്ത് വരുമ്പോൾ തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ വേവിച്ചെടുത്ത പൊങ്കലിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്യാം. ഇതിങ്ങനെ കുഴഞ്ഞ പാകത്തിനാണ് ഉണ്ടാവേണ്ടത്. ഇതിനേക്കാളും കുറച്ചും കൂടെ അധികം കുഴഞ്ഞാലും കുഴപ്പമില്ല. നല്ല അടിപൊളി മണാണ്. ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റില് വെൺപൊങ്കൽ റെഡിയാണ്. ഇനി ഇതിന്റെ സൈഡ് ഡിഷായിട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. അതിന്റെ പേര് ഗോട്സു. കറി ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പത്തൊരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവര് നിങ്ങളുടെ വീട്ടിലെ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി മുറിച്ച് ചേർക്കാം.
ഞാനൊരു 10-12 ചെറിയ ഉള്ളി മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി വേണമെങ്കിൽ മുഴുവനോട് ചേർക്കാം. ചെറിയ ഉള്ളിക്ക് പകരം വേണമെങ്കിൽ സവാള എടുക്കാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ഈ ഉള്ളി വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 തക്കാളി മുറിച്ച് ചേർക്കാം. വളരെ ചെറുതായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ ഇളക്കി വഴറ്റാം. ഈ ഉള്ളിയും തക്കാളിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഇപ്പം തക്കാളി കുറച്ച് ഉള്ളി അധികം വേണമെങ്കിൽ എടുക്കാം. ഉള്ളി മാത്രം കൊണ്ടുണ്ടാക്കാം, തക്കാളി മാത്രം കൊണ്ടുണ്ടാക്കാം. ഇത് പലതരത്തിൽ ഉണ്ടാക്കലുണ്ട്. തക്കാളി നല്ല വെന്ത് കുഴഞ്ഞ പാകത്തിനാവുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഒക്കെ ചേർക്കാം. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് ഇത് കുറച്ച് ചേർത്താൽ തന്നെ നല്ല കളറുണ്ടാവും. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാൻ പിരിയൽ മുളക് പൊടിയാണ് എടുത്തത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ച് ചേർക്കാം. അത്ര തന്നെ കായപ്പൊടിയും ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി വഴറ്റാം. ഈ പൊടികളുടെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഗ്രേവിക്ക് വേണ്ടുന്ന കുറച്ച് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. തിളപ്പിച്ചാറ്റിയ വെള്ളം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ പച്ചവെള്ളം ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ചെറിയ ഉരുളപ്പുളി കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇത് ചേർക്കാം. പുളി നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പോൾ സാമ്പാറിനൊക്കെ ചേർക്കുന്ന കണക്കിന് ചേർക്കുന്നത്. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. വഴുതനങ്ങ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിലേക്ക് ഒരു ചെറിയ വഴുതനങ്ങ മുറിച്ച് ചേർക്കാം. അതേപോലെ പരിപ്പ് വേണമെങ്കിൽ വേവിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ശർക്കര ചേർക്കാം. ഞാനിപ്പം ശർക്കര പൊടിയായതുകൊണ്ട് ഇങ്ങനെ തന്നെ ചേർക്കുന്നത്. മുഴുവൻ ശർക്കരയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് തീ കുറച്ച് ഒരു 2 മിനിറ്റ് തിളപ്പിക്കാം. ഇപ്പോൾ അടച്ച് വെച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗൊത്സു റെഡിയാണ്. ഈ കറി വെൺപൊങ്കലിന്റെ കൂടെ സെർവ് ചെയ്യാം. ഈ പൊങ്കൽ സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ഇടാം. ബൗളിൽ നിറച്ചുവിട്ടിട്ടുണ്ട്. അമർത്തി കൊടുക്കാം. ഇതിന് ഒരു പ്ലേറ്റിലേക്ക് അമർത്താം. ഇനി നമ്മളെ കറി ഗൊത്സു ഇതിൽ വിളമ്പാം. നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ റൈസും ഈ കറിയും. ഇത് നടുക്കൊരു മല്ലിയിലും കൂടെ വെക്കാം. നല്ല അടിപൊളി ടേസ്റ്റിൽ വെൺപൊങ്കലും കറി ഗൊത്സും റെഡിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.